പൗലോ കൊയ്ലോയുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒന്നാണ് 1988 പുറത്തിറങ്ങിയ ദി ആൽക്കമിസ്റ്റ്. എഴുത്തിൻ്റെ ഭംഗി കൊണ്ടും കഥയുടെ യൂണിവേഴ്സൽ നേച്ചർ കൊണ്ടും ലോകം മുഴുവൻ സ്വീകാര്യത ലഭിച്ച ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് നല്ല ജീവിത പാഠങ്ങളുണ്ട്. അവയിൽ ചിലതാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെസൺ നമ്പർ 1: യു വിൽ നെവർ ബി ഏബിൾ ടു എസ്കേപ്പ് ഫ്രം യുവർ ഹാർട്ട്, സോ ഓൾവേസ് ട്രൈ ടു ലിസൺ ടു ഇറ്റ്. എല്ലായ്പ്പോഴും റാഷണലായി ചിന്തിക്കണം, യുക്തിക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുമ്പോഴും നമ്മുടെ വൈകാരികത നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും ഹൃദയം പറയുന്നത് കേൾക്കാതിരിക്കുക എന്നൊരു നിലപാട് എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഹൃദയം പറയുന്ന കാര്യങ്ങൾ കൂടി ചെവിക്കൊള്ളുക. അവ ആവശ്യാനുസരണം യുക്തിയോട് കൂടെ കൂട്ടി വായിച്ച് ജീവിതത്തിൽ സ്വീകരിക്കാനും ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നമ്മെ എത്തിക്കാൻ പോകുന്ന നമ്മുടെ സ്വപ്നങ്ങളെ നാം കണ്ടെത്തുന്നതും അവയ്ക്ക് വേണ്ടി നാം പ്രയത്നിക്കുന്നതും. സോ ഫോർ സം ടൈംസ് ലിസൺ ടു യുവർ ഹാർട്ട്. ലെസൺ നമ്പർ 2: റിമെമ്പർ ദാറ്റ് വെയറെവർ യുവർ ഹാർട്ട് ഈസ് there you will find your treasure. ആൽക്കമിസ്റ്റ് എന്ന ഈ പുസ്തകം തന്നെ നിധി തേടിയുള്ള വലിയൊരു യാത്രയാണ്. നമ്മുടെ ഹൃദയത്തിന് നാം ചെവി കൊടുക്കുമ്പോൾ, ഹൃദയം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വ്യക്തമായ പരിശോധനയോട് കൂടി സ്വീകരിക്കുമ്പോൾ നമുക്ക് നിധിയിലേക്കുള്ള യാത്ര എളുപ്പമാവുകയാണ്. അവ നമ്മെ അവിടെ എത്തിക്കുകയാണ്. നമുക്ക് എല്ലായ്പ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് ഇതാണ്: നാം കഠിനാധ്വാനം ചെയ്യും, ഒരുപാട് പ്രയത്നിക്കും, നമ്മുടെ മുഴുവൻ സമയവും നമ്മുടെ അധ്വാനത്തിന് വേണ്ടി ചിലവഴിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് നമ്മൾ ഹൃദയത്തിന് ചെവി കൊടുക്കാതിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നാം എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴുമാണ്. സോ നിധി കണ്ടെത്താനുള്ള, നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാനുള്ള, വിജയവും സന്തോഷവും കൈവരിക്കാനുള്ള ഒരു യാത്രയിലേക്കാണ് നിങ്ങൾ ഉദ്യമിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കുക. ഹൃദയം എങ്ങോട്ടാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ലെസൺ നമ്പർ 3: when you want something, all universe is conspires in helping you to achieve it. പൗലോ കൊയ്ലോയുടെ ഇന്നേ വരെയുള്ള രചനകളിൽ തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു വാചകമാണിത്. നിങ്ങളൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളെ ആ ഉദ്യമത്തിലെത്തിക്കാൻ സഹായിക്കും. 1000 തടസ്സങ്ങൾ നമുക്ക് മുൻപിലുണ്ടായേക്കാം, പക്ഷേ നമ്മെ സഹായിക്കുന്ന, നമ്മെ മുൻപോട്ട് നയിക്കുന്ന കുറേ ഫാക്ടേഴ്സ് നമ്മിൽ തന്നെയും നമുക്ക് ചുറ്റും നമ്മുടെ കൂടെയുള്ള ആളുകൾ വഴിയും നമ്മുടെ സിറ്റുവേഷൻസായും നമുക്കുണ്ട്. സോ എല്ലായ്പ്പോഴും നമ്മുടെ നല്ല വശങ്ങളെ കണ്ടെത്താനും അവയെ ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവയെ കൂടെ കൊണ്ടു നടക്കാനും അവസാനം വരെ അവയുടെ സഹായം ഉപയോഗപ്പെടുത്താനും ആയാൽ സക്സസ് വിൽ ഫോളോ യു. ലെസൺ നമ്പർ 4: the simple things are the most extraordinary things and only the wise can see them. നാം വിവേകമുള്ളവർ ആകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് സത്യത്തിൽ ഈ വാചകത്തിൽ ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ റിസോഴ്സുകളും നമുക്ക് ലഭിക്കേണ്ട കുറേ ഉപകാരങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താനാകുന്ന കുറേ സാധ്യതകളും നമുക്ക് ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവയെ വിവേകപൂർവ്വം കണ്ടെത്താനും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നിടത്ത് നാം വിജയിക്കുകയാണ്. ഇത് ആൽക്കമിസ്റ്റ് എന്ന ലോകപ്രശസ്തമായ ഈ നോവൽ നിലകൊള്ളുന്നത് തന്നെ ഈ ഒരു സന്ദേശം വായനക്കാർക്ക് മുൻപിൽ എത്തിക്കാനാണ്. നമുക്ക് വിവേകമുള്ളവരാകാം, ചുറ്റും കണ്ണു തുറന്ന് നോക്കുന്നവരാകാം, നമ്മുടെ നിധി എവിടെയാണെന്ന് വ്യക്തമായി കണ്ടെത്തിയതിന് ശേഷം മുൻപോട്ട് പോകുന്നവരാകാം, വിജയത്തെ പുൽകുന്നവരാകാം. ആൻഡ് ഐ സ്വെയർ ദ ട്രഷർ ഈസ് വിത്തിൻ യു. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീക്ക്.